ഭിന്നശേഷി കുട്ടികൾക്ക് തണൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളിലെ പ്രയാസങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നതിനും തുടർ പരിശീലനങ്ങൾ ഉറപ്പുവരുത്തി മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാപിറ്റൽ മാൾ 6-ാം നിലയിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 300ഓളം കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രയാസങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും തുടർ ചികിത്സയും പരിശീലനങ്ങളും നൽകി അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുമാണ് തണൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ഫിസിക്കൽ മെഡിസിൻ റിഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രിക്, ന്യൂറോളജിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ്, ദന്തവിഭാഗം, പഠന വൈകല്യങ്ങൾ കണ്ടെത്തൽ, സംസാരശേഷി, പെരുമാറ്റ പ്രശ്നങ്ങൾ, ഫിസിയോതെറാപ്പി, സൈക്കോളജിസ്റ്റ് സേവനം, കേൾവി പരിശോധന തുടങ്ങിയ വിദഗ്ധരുടെ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമായിരുന്നു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയത്. 300ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. 2008 വളരെ ചെറിയ തോതിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് തണൽ ഇന്ന് 15ഓളം സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 2.25 ലക്ഷത്തോളം ബെനിഫിഷ്യറീസിന് ദിനമേന സേവനം ചെയ്യുന്നൊരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2016 നവംബറിലാണ് നമ്മുടെ തണൽ പഠനപാലത്ത് ആരംഭിച്ചത്. അത് ആദ്യം തുടങ്ങിയത് നമ്മുടെ പക്ഷാഘാതം ബാധിച്ചവരും അപകടത്തിൽ പരിക്കേറ്റ് തളർന്നു പോയവരെയും 3 മാസത്തെ നിരന്തരമായ പരിശീലനത്തിലൂടെ സുഖം പ്രാപിച്ചു കൊണ്ടുവരാനുള്ള യത്നമായിരുന്നു. അത് കോയമ്പത്തൂരിലെ സഹായി എന്ന് പറയുന്ന സംഘടനയുമായി സഹകരിച്ചായിരുന്നു. അതിൽ നമ്മളൊരു ബൃഹത്തായ ഒരു ക്യാമ്പ് നടത്തി കുറേ രോഗികളെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് വളരെ നല്ല റിസൾട്ട് നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിപുലീകരിച്ചു. കാനിരോട് ബൃഹത്തായ ന്യൂറോ റിഹാബ് സെൻറ്റർ തുറന്നു. കൂടാതെ റെസിഡൻസ്, അതായത് അഗതികൾ ആരുമില്ലാത്തവരെ തണൽ അടുപ്പിച്ച് നിർത്തി. തണലിൻ്റെ അടുപ്പിച്ച് നിർത്തുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം തണലാണ് ആദ്യമായി കേരളത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിഭിന്നമായ വേറെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയത്. തണൽ വീട് പ്രസിഡന്റ് ഡോക്ടർ OK അബ്ദുൽ സലാം, ഡോക്ടർമാരായ ദിൽഷാദ്, ജിയോ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഹർഷാദ്, ശ്രുതി NM, അബ്ദുൾ മജീദ്, സജിന, ജിയ, ജസ്ന, ശ്രീജിത്ത് പീഡിയാക്കൽ തുടങ്ങിയ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ഇന്നത്തെ ഈ ഒരു ക്യാമ്പിന്റെ ചികിത്സ നമ്മളൊരു ഫ്രീ ആയിട്ട് തന്നെയാണ്. ഫ്രീ മെഡിക്കൽ ക്യാമ്പാണ്. അസസ്മെന്റ് ആണെങ്കിലും ഡോക്ടർ കൺസൾട്ടേഷൻസ് എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഡോക്ടേഴ്സ് ഇന്ന് ഇവിടെ റീഹാബ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിക് ഓർത്തോ സ്പെഷ്യലിസ്റ്റ്, ENT ഡോക്ടേഴ്സ് ഉണ്ട്, പീഡിയാട്രീഷ്യൻസും ഉണ്ട്. അപ്പം ഇന്നത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പം ഇതിൽ നമ്മൾ അസസ്മെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ അസസ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ തീരുമാനിക്കുക ആർക്കൊക്കെ തുടർ ചികിത്സ വേണമെന്നുള്ളത്. അപ്പം അതിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ഉണ്ടാവും. ഒരു കൂട്ടം ആൾക്കാർക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ചില ആൾക്കാർക്ക് ദൂരത്തിൻ്റെ പ്രശ്നം കാരണം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ റെഫറൽ സർവീസസ് ആയിട്ട് അവർക്ക് അടുത്തുള്ള ഇതുപോലുള്ള സെൻറ്റേഴ്സ്, ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ BRCകൾ, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള BRCകൾ, അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ റെഫർ ചെയ്യും. അതല്ല ഇവിടെ വരാൻ പറ്റുന്ന കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ സർവീസസ് കൊടുക്കും. അപ്പം നമ്മൾ ഈ ഒരു 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം അത് ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾക്ക് തെറപ്പിക്ക് പോകാന്നുള്ളത് കുട്ടികൾക്കല്ല വലിയ ആൾക്കാർക്കും ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമുക്കൊരു മടുപ്പ് തന്നെയാണ്. അപ്പോൾ അത് മാക്സിമം അവരെങ്ങനെ എൻഗേജ് ചെയ്യിക്കാം. ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് മോളിൽ തന്നെയാണ്. ഇപ്പോൾ മോളിൽ വരാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകുന്നൊരു ഫീലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഫർണിച്ചർ ആണെങ്കിലും ഈവൻ ഇവിടുത്തെ പെയിൻറ്റിങ് വരെ നമ്മൾ കുട്ടികൾക്കായിട്ടാണ് അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ തെറപ്പി എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. അവർക്കൊരു മടുപ്പ് വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അതിൽ കുറേ ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾക്ക് ടാബിൽ കുറച്ച് അവർ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അത് ത്രൂ അവർക്ക് കുറേ സ്റ്റിമുലേഷൻസ് കിട്ടുന്നു. അവർക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, മോട്ടോർ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കുട്ടികൾക്കായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.